ഹായ് എവരി വൺ. അക്കൗണ്ടിങ് വേഴ്സസ് ഓഡിറ്റിംഗ്, അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ്ങും അതിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യുന്ന ഓഡിറ്റിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും മീനിങ്ങുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അക്കൗണ്ടിങ് മീൻസ് സിസ്റ്റമാറ്റിക്കലി കീപ്പിംഗ് ദി റെക്കോർഡ്സ് ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ്. എന്നാൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. The purpose of accounting is to show the performance, profitability and financial position of an organization. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും പെർഫോമൻസും ഒക്കെ റിവീൽ ചെയ്യുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ റിവീൽ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഓഡിറ്റിംഗ് ഇസ് ദ പ്രോസസ് ഈസ് ടു റിവീൽ ദ ഫാക്ട് ദാറ്റ് to which extent financial statement of an organization gives true and fair view. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും പീരിയഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അക്കൗണ്ടിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡേ ടു ഡേ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ഡൺ. അതായത് ബിസിനസ്സിൽ റെഗുലറായിട്ട് നടക്കുന്ന ഓരോ ദിവസവും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കും. അത് അതാത് സമയത്തിന് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ്. ബട്ട് ഓഡിറ്റിംഗ് ഈസ് എ പീരിയോഡിക് പ്രോസസ്. യൂഷ്വലി ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഒരു പീരിയഡിൻ്റെ എൻഡിൽ, ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ഇയർലി ആവാം, എന്തായാലും അതൊരു പീരിയോഡിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓഡിറ്റിംഗ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലായിരിക്കും ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നർത്ഥം. ദെൻ ഫോർത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ആരാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഇസ് അക്കൗണ്ടിങ് ക്യാരിഡ് ബൈ ബുക്ക് കീപ്പേഴ്സ് ആൻഡ് അക്കൗണ്ടൻസ്. ദേ ആർ ദ ഇൻറ്റേർണൽ എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനകത്ത് തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള, മാനേജ്മെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടൻറ്റുമാരാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ബട്ട് ഓഡിറ്റിംഗ് ഈസ് ക്യാരിഡ് ബൈ ക്വാളിഫൈഡ് ഓഡിറ്റിംഗ് ഏജൻസി. ദേ ആർ ആൾവേസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ ഓഡിറ്റേഴ്സ്. ദേ ആർ എക്സ്റ്റേണൽ ടു ദി ഓർഗനൈസേഷൻ ഓർ ഇൻഡിപെൻഡൻറ്റ് ടു ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറത്തുള്ള ഒരു ഓഡിറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ ദ ഫിഫ്ത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും റെഗുലേറ്റിംഗ് അതോറിറ്റി ഏതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അക്കൗണ്ടിങ് ഈസ് റെഗുലേറ്റഡ് ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ഇഷ്യൂഡ് ബൈ അക്കൗണ്ടിങ് ബോർഡ്സ് ഓഫ് ദി നാഷൻ. ഓരോ രാജ്യത്തുള്ള അക്കൗണ്ടിങ് ബോർഡുകൾ ഉണ്ടായിരിക്കും. അവർ ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ IFRS അല്ലെങ്കിൽ GAAP എന്നൊക്കെ പറയുന്ന സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. But in the case of auditing, that is regulated by auditing standards that are issued by auditing boards of the nation. ഓരോ രാജ്യത്തുള്ള ഓഡിറ്റിംഗ് ബോർഡ്സ് അവർ ഇഷ്യൂ ചെയ്യുന്ന ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അതാണ് ഓഡിറ്റിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ദെൻ സിക്സ്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്
അക്കൗണ്ടൻറ്റിനെയും ഓഡിറ്ററെയും ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്, അവരുടെ റെമ്യൂണറേഷൻ്റെ നാച്ചർ എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. That is, an accountant is appointed by the management and is remunerated in the form of salary. അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ എംപ്ലോയിയാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഗിവൺ സാലറി ആസ് റെമ്യൂണറേഷൻ. ബട്ട് an auditor is appointed by the shareholders and is remunerated in the form of auditing fees. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, ഔട്ട്സൈഡ് ഏജൻസിയാണ്, എക്സ്റ്റേണൽ ഏജൻസിയാണ് അക്കൗണ്ടൻറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഫീസ് എന്നാണ് അതിനെ പറയുക. ദാറ്റ് ഈസ് ദ 6th ഡിഫറൻസ്. ദെൻ 7th ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് അക്കൗണ്ടൻറ്റിൻ്റെയും ഓഡിറ്ററുടെയും ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എനി സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഈസ് നോട്ട് കമ്പൾസറി ഫോർ ആൻ അക്കൗണ്ടൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് ഒരു അക്കൗണ്ടൻറ്റിനെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അക്കൗണ്ടൻറ്റിന് കുറേ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം. ബട്ട് ദർ ഈസ് നോ ലീഗൽ കമ്പൽഷൻസ്. ഒരു ലോ പ്രകാരമുള്ള ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം അക്കൗണ്ടൻറ്റ് എന്നുള്ളതിന് ഒരു കമ്പൾസറി ആയിട്ടുള്ള ഒരു റൂളില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് എൻ ഓഡിറ്റർ സം സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഈസ് കമ്പൾസറി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം ഒരു കമ്പനിയുടെ ഓഡിറ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പൾസറിയാണ്, ലീഗലി കമ്പൾസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നർത്ഥം. ദെൻ നെക്സ്റ്റ് 8th ഡിഫറൻസും ഒരു നെസസിറ്റിയുടെ അല്ലെങ്കിൽ ഒരു കമ്പൽഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഈസ് എ മസ്റ്റ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എല്ലാ തരത്തിലുള്ള സോൾ ട്രേഡർ ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും കമ്പനി ആണെങ്കിലും അവിടെയൊക്കെ ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കാരണം അവരുടെ പ്രോഫിറ്റബിലിറ്റിയും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ അറിയണമെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയും വേണം. ബട്ട് ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൾസറി ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ലീഗലായിട്ട് പറയുകയാണെങ്കിൽ പോലും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് മാത്രമേ ഓഡിറ്റിംഗ് ചെയ്യൽ നിർബന്ധമുള്ളൂ, കമ്പൾസറി ഉള്ളൂ. ബാക്കിയുള്ള ഓർഗനൈസേഷനൊക്കെ അവരുടെ ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് കമ്പൾസറി. ദാറ്റ് ഈസ് ദ 8th ഡിഫറൻസ്. ദ 9th ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റും ഓഡിറ്ററും എന്താണ് ഫൈനലി പ്രിപ്പയർ ചെയ്യുന്നത്, അവർ ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അക്കൗണ്ടൻറ്റ് പ്രിപ്പയേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ടു ദി മാനേജ്മെൻറ്റ്. അക്കൗണ്ടൻറ്റ് ഫൈനൽ അക്കൗണ്ടാണ് ഏറ്റവും എൻഡായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു എൻഡ് റിസൾട്ടായിട്ട് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാനാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് an auditor provides a detailed audit report. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ്റെ റിപ്പോർട്ടാണ് ഒരു ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ ഫെയർനെസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടൻറ്റ് മാനേജ്മെൻറ്റിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റർ ഷെയർ ഹോൾഡേഴ്സിനാണ് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ an accountant will not be attended in the shareholders meeting but an auditor can attend the shareholders meeting എന്നുകൂടി ആഡ് ചെയ്യാം. ഇത് നമ്മൾ ലാസ്റ്റ് 10th ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഇതിന് രണ്ടിൻ്റെയും ബിഗിനിങ് എങ്ങനെയാണെന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് മാത്രമാണ്. അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അക്കൗണ്ടിങ് കൊണ്ട് നമ്മൾ പ്രൈമറിലി ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി ബുക്സിൻ്റെ ഒക്കെ പ്രിപ്പറേഷനാണ്, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസൊക്കെ. അപ്പോൾ ഈ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസൊക്കെ അവസാനിക്കുന്നിടത്താണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഓഡിറ്റിംഗ് സ്റ്റാർട്ട്സ് വേർ അക്കൗണ്ടിങ് എൻഡ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഇയർ എൻഡിലാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ എൻഡിലാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നർത്ഥം.